കൗണ്ട് വിസിലടിച്ചാൽ മതി, അവർ തുടങ്ങിക്കോളും. തുടങ്ങിക്കോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലാൽവി. നമസ്കാരം ചേട്ടാ. ഞാൻ എൻ്റെ നാട്ടിലെ ചെറിയ കഥകളും പിന്നെ ചില ആത്മഹത്യാ ശ്രമത്തിലെ തമാശകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ഒരു കോമഡി ഇല്ല, ഉള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്ന് അടിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചാൽ എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ എപ്പിസോഡുണ്ട്, എൻ്റെ ഒരു കോമഡി ഇല്ല. അതൊന്നും നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. കോമഡിയൊക്കെ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ചെറുത് മേടിക്കണം. ഞാൻ പറഞ്ഞ ചെറുതൊക്കെ മേടിക്കാം. ഞാനങ്ങനെ കയ്യിൽ കാശിലൊന്നും ഇല്ലാണ്ട് അവിടുത്തെ കൊണ്ടൊക്കെ തപ്പിപ്പെറുക്കി ബ്ലാക്കിലൊരു സാധനം മേടിച്ചു. അങ്ങനെ സാധനം മേടിച്ച് അടിച്ചിട്ട് മൂന്നാമത്തെ പെക്കായപ്പോൾ ടച്ചിങ്സ് തീർന്നു. അപ്പം ഞാൻ പറഞ്ഞ ഒരു അച്ചാർ മേടിക്കുക ഒരു 10 രൂപ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇവൻ്റെ കഥനോട് തുടങ്ങി. പിന്നെ ഇവൻ ലോണിൻ്റെ കാര്യവും പ്രമാണം പണയം വെച്ച കാര്യവും കംപ്ലീറ്റ് കാര്യം പറഞ്ഞു. ഇവൻ കരച്ചിൽ. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. കോമഡി തേടിപ്പോയ ഞാൻ ഒന്നെങ്കിൽ ഇവൻ്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. ഞാൻ നൈസായിട്ട് അവിടെ സ്കിപ്പായി. കാരണം എന്താണെന്നറിയോ, ഇവനൊരു ആത്മഹത്യ ടെൻഡൻസിയുള്ള മനുഷ്യനാണ്. അപ്പോൾ ഇവനൊരു ആത്മഹത്യാ ശ്രമം നടത്തി, മരിച്ചില്ല ഇവനിങ്ങനെ മരിക്കാതെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നേഴ്സ് ചോദിച്ചു, എടാ എന്തിനാടാ മോനെ നീ ആത്മഹത്യാ ശ്രമം നടത്തിയത്, നീ ഒരു നല്ല പയ്യനല്ലേ. അപ്പോൾ ഇവൻ പറയാ, ചേച്ചിക്ക് അറിയോ എൻ്റെ അമ്മ എനിക്ക് രാത്രിക്ക് ചോറൊന്നുമില്ല. ഇത് കേട്ട് നേഴ്സ് അമ്മയോട് വന്നിട്ട് ചോദിച്ചു, നിങ്ങളൊരു അമ്മയാണോ, ഒരു മകന് ചോറ് ചോദിച്ചാൽ കൊടുക്കണ്ടേ. അപ്പം അമ്മ പറയാ, ഇല്ലാത്ത കാശ് കടം മേടിച്ച് 100 ചാളം മേടിച്ച് തരാൻ വേണ്ടി കറി വെച്ച് 8:30 ചോറ് കൊടുത്തതാണ്. 12 മണിയായപ്പോൾ ചോറെന്ന് വെച്ചാൽ ഞാനവിടെ എടുത്ത് കൊടുക്കാനാണ്. ഇവൻ ഈ ആത്മഹത്യാ ശ്രമം പിന്നെയും തുടർന്നു. അപ്പോൾ ഇവനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ആത്മഹത്യ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ട്രെയിനിന് തലവെക്കാം. എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പണി തീരുമല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവർ രാത്രിക്ക് പോകാൻ പേടിയാണ്. ഇവൻ പട്ടാപ്പകലി ഒരു ഉച്ച സമയത്ത് ഇവൻ നേരെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് റെയിൽവേ ട്രാക്കിൽ എന്നിട്ട് ഇവൻ നേരെ കൊണ്ട് തല ഇങ്ങനെ വെക്ക പാളം ചുട്ടുപഴുത്ത് കിടക്കില്ല. ഉച്ചക്ക് പെടലി പൊള്ളിപ്പോയി. ഇവൻ ഈ പെടലി പൊള്ളിയതൊക്കെ സഹിച്ചിട്ട് 1.5 മണിക്കൂർ അങ്ങോട്ട് കിടന്ന്. പക്ഷേ പുള്ളിക്കാരൻ അപ്പോഴാണ് ഓർത്ത ലോക്ക്ഡൗൺ ട്രെയിനൊന്നും വന്നില്ല. ഇവൻ ആത്മഹത്യാ ശ്രമം വീണ്ടും തുടർന്ന്. നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് കിട്ടുന്നതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമായൊരു വിഷമാണ് ഒതളങ്ങ. ഇവൻ ഒതളങ്ങ കഴിച്ചപ്പോഴാണ് ഇവൻ്റെ വെപ്രാളത്തിന് മരിച്ചു പോകുന്നുള്ള വെപ്രാളത്തിൽ ഇവൻ ഓടി വന്ന് കൂട്ടുകാരൊക്കെ ഇരിക്കുകയാണ്. ഇതിൽ ഒരുത്തനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഞാൻ ഒതളങ്ങ കഴിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരൻ പറയും, ഷോ എന്ത് പണിയാണ് നീ കാണിച്ചത്, എടാ നീ ഇത് എന്നോട് പറഞ്ഞിരിക്കട്ടെ, അവന്മാരൊക്കെ അറിഞ്ഞാൽ പേടിക്ക്, പോയി വീട്ടിൽ നിന്നോളാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ തെരുവിൽ വീണ്ടും കേൾക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവൻ്റെ വകയിലൊരു അമ്മാവനും ആ അമ്മാവൻ്റെ ഒരു അനന്തരവൻ്റെ കഥയാണ് പറയുന്നത്. ഈ അമ്മാവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും വെള്ളം അടിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞിട്ടേ തുടങ്ങത്തുള്ളൂ. അത് എന്ത് വിഷയമാണെങ്കിലും. പുള്ളി ഒരു പ്രാവശ്യം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറെ ആൾ വന്നിട്ടുണ്ട്, ചേട്ടാ നമ്മുടെ വടക്കയിലെ ജാനുവച്ചിയുടെ മോള് മരിച്ചു. ഗുഡ്, എന്തിനാ മോളോ മരിച്ച്? ഈ ഒരു ലൈനിൽ നിൽക്കുന്ന ആളാണ്. ഈ സംഭവം നടക്കുന്നത് ഒരു മാസം മുമ്പാണ്. അമ്മാവനും അനന്തരവനും കൂടെ വെള്ളമടിക്കാതിരിക്കുക. അപ്പോൾ സീനെന്ന് പറയുന്നത് അനന്തരവൻ്റെ ലൈന് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സങ്കടത്തിലിരിക്കുക. ഓൾമോസ്റ്റ് ഒരു ഫുള്ള് കുപ്പി തീരാറായി. മാമ പോയി, മാമ ഏതാ ഈ കാര്യം മനസ്സിലാക്കണം. പെൺപിള്ളേരാകുമ്പോൾ പോവും. ഇടയ്ക്ക് ആദ്യട്ടത് പോയി കഴിഞ്ഞാൽ കമ്മലിട്ട സാധനത്തിൽ കിട്ടുന്ന എനിക്ക് തന്നെ വേണം മാമെന്ന് പറയും. ഭയങ്കര സീനാണ്. സാധനം തീരാറായി. മാമ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു 2 അടിക്ക്, അപ്പം സംഭവം ശരിയാവും. ഇല്ല മാമ ഞാൻ നിർത്താണ്. ഗുഡ്, അതാണ് വെള്ളമൊഴി നിർത്തണം. ഞാൻ നിനക്ക് നല്ല ടിപ്സ് പറഞ്ഞുതരാന്ന് പറഞ്ഞു. മാമൻ ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പോവാ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നാളത്തേക്ക് കരുതി വെക്കുന്നത് നിർത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെഗൊക്കെ തീർന്നല്ലോ, ഒരു നിമിഷം, വീണ്ടും അമ്മ എടുത്തിട്ട് ലാസ്റ്റ് സാധനം കൂടി അടിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അളവ് കുറയ്ക്കുക. കുടിക്കുന്നതിൻ്റെ അളവ് കുറച്ചിട്ട് മാമന് വയ്ക്കുക. ഗുഡ് മാമ. മൂന്നാമത്തെ കാര്യം പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാധനം തീർന്നിട്ട് അവർ ഫുള്ള് മേടിച്ച് തീർന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബാറിൽ പോയി ഇരുന്നടിച്ച് സാധനം എടുത്തിരുന്നു. അവിടെ നിന്ന് പറയാം മൂന്നാമത്തെ കാര്യം. നാട്ടിലെ 2 കൂട്ടുകാരെ ഡോക്ടറെ കാണാൻ പോയി. ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്ക്. ഇവന്മാർ ഡോക്ടറിൻ്റെ വാതിക്കൽ നിൽക്കുക. ഈ കൂട്ടുകാരൻ പറയണേ, എടാ എങ്ങനെ നമ്മൾ കാണും, ഡോക്ടറെ എങ്ങനെ കാണും? അപ്പം ഇവൻ പറയാം, എടാ ഡോക്ടറെ പേര് അറിഞ്ഞാൽ നമുക്ക് വിളിച്ചു ചോദിക്കാം. എടാ പൊട്ടാ, ഡോക്ടറെ പേരല്ല എഴുതി വെച്ചിരിക്കുന്നത്. എന്ത് ഡോക്ടർ അയ്യൻ? എടാ അത് ഡോക്ടർ അയ്യണെന്നല്ല, ഡോക്ടർ ഇൻ ഔട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അയാൾ അകത്തുണ്ടെന്ന് കേട്ടാൽ തലക്കെട്ടിരിക്കുന്നത്. ഈ
ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഇതേ മാഷ് ഇയാൾ മലയാളം മാത്രം സംസാരിക്കുള്ളൂ. ഇയാളുടെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഈ കഥ ദുബായിൽ നടക്കുന്നത്. അപ്പോൾ ദുബായിൽ ജോലി കിട്ടി പുള്ളിക്ക്. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, കല്യാണത്തിനോട് ചിരിച്ചിട്ടില്ല പുള്ളി. അപ്പോൾ ഈ പുള്ളിക്കാരൻ ദുബായിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അന്ന് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് പുള്ളി ക്ലാസ് എടുക്കുന്നത്. അവിടുത്തെ കുട്ടികൾക്ക് എന്തോ പ്രാക്ടീസിനായിട്ട് ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ടുവന്നു. അപ്പോൾ ഈ സാർ അങ്ങോട്ട് തിരിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് ബ്ലൂടൂത്ത് സ്പീക്കർ ഓണായി. ഒരു ശബ്ദം വരുമല്ലോ, ബ്ലൂടൂത്ത് ഡിവൈസ് ഈസ് ഓൺ. പുള്ളി തിരിഞ്ഞു വരുമ്പോൾ കുട്ടികളൊക്കെ പേടിച്ചിരിക്കുക. പുള്ളി ചോദിക്കുകയാണേ, ആരാണ് മലയാളം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പറഞ്ഞത്? ചേട്ടാ, നമ്മുടെ നാട്ടിൽ ഈ കല്യാണം പരിപാടിയൊക്കെ വരുമ്പോഴല്ലേ പാചകക്കാർ വരുന്നത്. പാചകക്കാർ വരുന്നതോടുകൂടെയാണ് നമ്മുടെ കല്യാണ വീട്ടിൽ ഉണർവുണ്ടാകുന്നത്. പുള്ളി വന്നാൽ തന്നെ ആ സവാള വിളിക്കാൻ 4 പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നേ, പിന്നെ ചെമ്പെടുത്തിന് വേഗം വാചേട്ടാ, വെള്ളത്തിന് ആളെവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പം ഞങ്ങളുടെ നാട്ടിലൊരു പാചകക്കാരൻ വന്നു. പുള്ളി ബിരിയാണി കേട്ടോ. അപ്പോൾ പുള്ളി വന്നപ്പോൾ തന്നെ ഭയങ്കര ഷോയാണ്, അതെടുത്ത് ഇതെടുക്കുന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളി അപ്പം നമ്മളെന്താ ഇവരെന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും അല്ലേ, ഒരു കത്തി തന്നേ, അതൊരു തുണി താ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ബിരിയാണിയുടെ ചെമ്പ് പൊട്ടിക്കാറായ സമയത്തെ ഈ പുള്ളിക്കാരൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഒരു സ്റ്റൂള് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി അകത്തുള്ള തയ്ക്കുന്ന സ്റ്റൂൾ തുടച്ച കൊണ്ടുവന്ന് കൊടുത്തു. പുള്ളി സ്റ്റൂള് നേരെ തോളെ വെച്ചിട്ട് നടന്നങ്ങോട്ട് കൊണ്ട് അപ്പുറത്തെ മതിലിൻ്റെ അവിടെ വെച്ചിട്ട് ചാടി കയറി ഒറ്റ ഓടിക്കളഞ്ഞു. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴേ ബിരിയാണി ചെമ്പിൽ മൈദ കൊണ്ട് എഴുതിയിരിക്കുക, സോറി പൊട്ടിച്ചപ്പോൾ ബിരിയാണി വെള്ളം പോലെ കിടക്കുക. അതായത് ഈ മാമനൊരു അടുത്ത കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പ് മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ മാവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ മൃതദേഹം കുളിപ്പിക്കാൻ. പക്ഷേ മാമൻ ഇത് അവരുടെ മക്കളോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല, വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തെങ്ങിൻ തോപ്പിലൊന്ന് കുളിപ്പിക്കുക. മാമനാണെങ്കിൽ മറ്റേ 2 കൺട്രീസ് സിനിമയിൽ അജു വർഗീസ് നിൽക്കുന്ന പോലെ തെങ്ങിന് ചാരിയിട്ട് നോക്കുക, ഇങ്ങനെ പറഞ്ഞ് സെഞ്ചി അടിച്ചിട്ട് നോക്കുക. പെട്ടെന്നൊരു തേങ്ങിന്ന് വീണു. അതായത് ബോഡിയുടെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും. ഇത് അമ്മാവനെ കണ്ടപ്പോൾ ഞെട്ടി. അമ്മ ഫുള്ള് കാലിപ്പിൽ പോയിട്ട് നിങ്ങൾ എന്ത് പരിപാടി കളിക്കുന്നത്, ഞാൻ അപ്പോഴും പറഞ്ഞല്ലോ തെങ്ങിൻ്റെ ചോട്ടിൽ കുളിപ്പിക്കേണ്ടത്. ഫുള്ള് കലിപ്പ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അതമ്മത്തെ നെഞ്ചത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 6 സമാധാനം പറയുന്നു, ചത്തുപോയി കഴിഞ്ഞാൽ 6 സമാധാനം പറയുമെന്ന് പറഞ്ഞ് ഭയങ്കര സീനാണ്. അങ്ങനെ ഈ മാമ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് കടിയിട്ട് മരിച്ചു. പാമ്പ് കടിയിട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്, ചിരിച്ചു എന്നല്ല. പാമ്പ് കടിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പാക്കൊക്കെ ചെയ്ത് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തിപ്പില്ല, ആലിൻ്റെ വേര് തടഞ്ഞ് ഇവരങ്ങ് വീണു. ബോഡി താഴെ വീണ് പുള്ളി എഴുന്നേറ്റ് കൂളായി വീട്ടിൽ പോയി. തലയടിച്ചപ്പോൾ ചത്ത പുള്ളി ജീവിച്ചു പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പാമ്പ് പിടിച്ച് ഇതുപോലെ എല്ലാവരും നോക്കി, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇതേ ആലിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ കാൽ തട്ടി വീണ് വീണ്ടും പുള്ളിക്ക് ജീവൻ വെച്ച്. പുള്ളി കൂളായി എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഭാര്യയൊക്കെ ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സന്തോഷമല്ലേ, ജീവിച്ചു വരികയല്ലേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ എണ്ണം കെട്ട പാമ്പ് വീണ്ടും കടിച്ചു. പുള്ളി മരിച്ചു. വീണ്ടും സീനൊക്കെ ആയി. എല്ലാവരും ഇരുന്ന് നോക്കുകയാണ്. ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് പുള്ളിയുടെ ഭാര്യ ഉണ്ട്, മാമൻ്റെ ഭാര്യ. മോനെ സുഖം ടീമൊക്കെ തിരിഞ്ഞു നോക്കി, എന്തു പറ്റി? അല്ല ചോടും മരമൊക്കെ അവിടെ തന്നെ ഉണ്ടാ, സൂക്ഷിച്ചു കൊണ്ടോളേ. രണ്ട് തരത്തിൽ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ നല്ലതായിരുന്നു. 2 തരത്തിൽ ആയിരുന്നു അത് നല്ലതായിരുന്നത്. അതിൽ ലാൽബി കുറേ അധികം തമാശകൾ കൃത്യമായിട്ട് കണക്ക് വെച്ച് കൃത്യമായ സമയത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തീർത്തു. അനീഷും കുറേ തമാശകൾ പറഞ്ഞു. അനീഷ് കടുക്ക് പണി വ്യത്യാസത്തിന് അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ ഇതൊരു മോണോ ആക്ട് മത്സരമായിട്ട് മാറിയേനെ. അതിൻ്റെ വാതിക്കൽ വരെ അനീഷ് എത്തി. മോണോ ആക്ട് തീർത്തും മറ്റൊരു ആർട്ടാണ്. അതിൻ്റെ വക്കിൽ വരെ എത്തിയിരുന്നു സ്റ്റാൻഡപ്പ് കോമഡി. ഇടയ്ക്ക് ചെന്നിട്ട് മാമൻ ഇങ്ങനെ പറഞ്ഞു മാമനും മരുമാനുമായിട്ട് വേറെ 2 ക്യാരക്ടറായിട്ട് അഭിനയിച്ച് അത്യാവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി അത്തരം കാര്യങ്ങൾ. മോണോ ആക്ട് മത്സരമൊക്കെ നിങ്ങൾ കണ്ടാൽ അമ്മൂമ്മ, കുട്ടി, അച്ഛൻ, ഇതിന് പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ കാര്യമായിട്ട് അഭിനയിച്ചില്ലെങ്കിലും കുട്ടിയും അമ്മൂമ്മയും അച്ഛനും തമ്മിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന വ്യത്യാസങ്ങളുണ്ടാകും. അത് അവതരിപ്പിക്കാൻ എളുപ്പമായിരിക്കും. വളരെ ചെറിയ വ്യത്യാസം മാത്രമുള്ള അമ്മാവനും മരുമോനും കൂടി ഇരുന്ന് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിച്ചിരുന്നാലേ ഏത് ഡയലോഗാണ് അമ്മാവൻ പറഞ്ഞത്, ഏത് ഡയലോഗാണ് മരുമോൻ പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലായാലേ ഈ തമാശ വിജയിക്കുകയുമുള്ളൂ. ഇത്രയുമാണ് നിങ്ങളുടെ പ്രകടനം കണ്ടപ്പോൾ തോന്നിയത്. ഇനി ധർമ്മജൻ പറയും. രണ്ടുപേരും പറഞ്ഞ തമാശ മരണത്തമാശയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടുപേരും കോമഡി പറഞ്ഞത്. എനിക്ക് ലാൽബി പറഞ്ഞൊരു കോമഡി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒതളങ്ങ കഴിച്ചിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞിട്ടേ, നീ എന്നോട് പറഞ്ഞു ഇനി അവന്മാരെ വെറുതെ പേടിപ്പിക്കരുത് കേട്ടോ പറഞ്ഞു. നല്ല ഒരു കോമഡി ആയിട്ട് തോന്നി.
എന്തായാലും രണ്ടുപേരും അവരവരുടെ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ രമേശേട്ടാ ഇതിൽ ആരാണ് 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നുള്ളതും കൂടി ഒന്ന് പറയൂ പ്ലീസ്. ഇന്ന് എനിക്ക് പ്രകടനം വെച്ച് തോന്നിയിട്ട് ലാൽബിയാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. തൊട്ടുപുറകെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അനീഷ് തൊട്ടുപുറകെ തന്നെ ഉണ്ട്. എങ്കിലും ഇന്നത്തെ 1ാമൻ ലാൽബിയാണ്. ഓക്കെ സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ RP എന്റർടൈൻമെന്റ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ദർജൻ ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്.